ഇന്നലെ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കല്ലുപ്പിനു മുകളിൽ മുട്ടുകുത്തി നിന്നു. കണ്ണു നിറഞ്ഞുള്ള ആ സമരമുറയിൽ കല്ലുപ്പ് കണ്ണീരുപ്പായി. ഒരു സൈഡിൽ വന്നിട്ട് കോടികൾ വെട്ടിച്ചു എന്ന് പറഞ്ഞ ഒരു കേസിൽ ഇപ്പൊ നിലവിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആരോപണത്തിൽ നിൽക്കുന്ന, കേസ് തെളിയിക്കപ്പെട്ടിട്ടില്ല, ആരോപണ വിധേയം മാത്രമാണ്, ആ മകൾക്ക് വേണ്ടി കരയുന്ന ഒരു അച്ഛന്റെ രോദനം. മറ്റു വശത്ത് പഠിച്ച് കഷ്ടപ്പെട്ട് തൊഴിൽ കണ്ടെത്താനാവാതെ ലിസ്റ്റിലും പേര് വന്നിട്ട് ഇന്നും തെരുവിൽ മുട്ടിൽ നിൽക്കേണ്ടി വരുന്ന, ഉപ്പിന്റെ മേലെ മുട്ടിൽ നിൽക്കേണ്ടി വരുന്ന കുറെ സഹോദരിമാരുടെ കണ്ണുനീരിന്റെയും കൂടി വിഷയമാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. വേറിട്ട സമരമുറകൾ. ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചു വന്നത്, ഫിസിക്കലും പാസ് ഇപ്പം ഇങ്ങനെ തെരുവിൽ ഇറങ്ങേണ്ട അവസ്ഥ വന്നു. പക്ഷെ ഇതൊക്കെ സഹിച്ചാൽ ഞങ്ങൾക്ക് വേക്കൻസി വരും ഇപ്പോഴും പ്രതീക്ഷിക്കും. ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ച ഒരു ജോലിയാണ്. ഞാനാണെങ്കിൽ കാറ്ററിങ്ങിനും പോയി ജോലിയും ചെയ്ത് വന്നിട്ടാണ് എന്റെ കുടുംബം തന്നെ കഴിയുന്നത്. ഞാൻ ഉറക്കമില്ലാതെ 1 മണിക്കൂർ വരെ ഉറങ്ങിയിട്ട് മാത്രമാണ്. ഇപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട് ഈ സർക്കാർ ഞങ്ങളെ കൈവിടത്തില്ലെന്ന്. ഇനിയെങ്കിലും ഒരു അനുകൂലമായ ഒരു നിലപാട് ഞങ്ങൾക്ക് എടുക്കണമെന്നാണ്, ഞങ്ങളോട് എടുക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഞാൻ കേണ് പറയാണ്, ഞങ്ങളെ ഇനി കൈവിടരുത്. എന്റെ അമ്മാനെ പ്രതീക്ഷ ചെയ്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എന്റെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുമായിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ PSCയിൽ, അതായത് CPO റാങ്ക് ഹോൾഡേഴ്സ്, കോൺസ്റ്റബിൾ തസ്തികയിൽ ജയിച്ച് വനിതാ കോൺസ്റ്റബിളിന് വേണ്ടി പരീക്ഷയിൽ എക്സാം എഴുതി, ലക്ഷങ്ങൾ എഴുതിയ എക്സാമിൽ നിന്നും 967 പേരുടെ ലിസ്റ്റിലേക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട പെൺകുട്ടികൾ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വളരെ സഹനത്തിന്റെ വഴിയിലൂടെ, അതായത് വേദനയും അതുപോലെ തന്നെ കഷ്ടപ്പാടുകളും കടിച്ചമർത്തുന്ന അവരുടെ ജീവിതത്തിന്റെ വഴികളായിരിക്കും ഒരുപക്ഷെ അവർ അവിടെ കാണിക്കുന്നത്. ഉപ്പിന്റെ മേലെ കാല് കുത്തി നിൽക്കുക, തറയിൽ എഴയുക, അതുപോലെ തന്നെ കൈകാലുകൾ കൂട്ടി ബന്ധിപ്പിക്കുക, തലയിൽ പച്ചില തുപ്പി വെക്കുക, കയ്യിൽ കർപ്പൂരം കത്തിച്ചു വെക്കുക, ഇത്തരത്തിൽ വളരെ വേദനയുള്ള ഒരു സാഹചര്യത്തിലൂടെ ഒരു കൂട്ടം പെൺകുട്ടികൾ കടന്നു പോകുന്നു. ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ ഇടയ്ക്ക് ചെറിയൊരു ലിസ്റ്റിന് ഒരു പുനർനിർവഹിച്ചുകൊണ്ടൊരു ലിസ്റ്റ് സർക്കാർ പുറത്തുവിട്ടു, കുറച്ചുപേരുടെ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ അതിനകത്തും ഇവർക്ക് ആശ്വാസമാവുന്ന ഒന്നും തന്നെ അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഇന്നും അവർ പ്രതീക്ഷയിലാണ്. എന്നിട്ടും അവർ മീഡിയ വരുമ്പോൾ മീഡിയയുടെ മുന്നിൽ പറയുന്ന ഒരു വാക്കുണ്ട്, എത്ര പേർ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല, നമുക്കിന്നും ഈ സർക്കാരിൽ വിശ്വാസമുണ്ട് എന്ന്. ആ വിശ്വാസമാണ് സർക്കാരെ, ആ വിശ്വാസമാണ് ഇടതുപക്ഷമേ നിങ്ങളെ തുടർഭരണത്തിലേക്ക് എത്തിച്ചത്. എന്നിട്ട് നിങ്ങൾ എന്താണ് ഈ പറയുന്ന വനിതാ CPOകളോട് ചെയ്യുന്നത്? തൊട്ടരികിൽ ആശാ വർക്കേഴ്സ് മറ്റൊരു സമരവുമായിട്ട് മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ സാധാരണക്കാരന്റെ കണ്ണീരൊപ്പുന്ന ഒരു സർക്കാരായി മാറുമ്പോഴാണ് മറ്റുള്ള ഇടങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഇടം നെഞ്ചിലേക്ക് ഒരു രാഷ്ട്രീയ കക്ഷിയായാലും ഒരു സർക്കാരായാലും കുറച്ചും കൂടി സ്വാധീനം ചെലുത്തുക. അതിന്റെ മറുവശത്ത് മറ്റൊരു സെക്ഷനിൽ ബ്രേക്കിംഗ് ന്യൂസുകൾ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എക്സോലോജിക്സുമായിട്ട് ബന്ധപ്പെട്ട് കൈക്കൂലി മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതേ മുഖ്യമന്ത്രി, നമ്മുടെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ ആരോപണ വിധേയായി അതിൽ പ്രതി ചേർക്കപ്പെട്ട് സംശയത്തിന്റെ നിഴൽ നിൽക്കുന്ന സാഹചര്യം. അവിടെ CPIയും CPMും തമ്മിൽ കടിപിടി കൂട്ടുകയാണ്. ഞങ്ങൾ അനുകൂലിക്കും, നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളാണ് ഈ വിഷയത്തിലുള്ളത്, സർക്കാർ എന്തിനു പിന്തുണയ്ക്കണം, ഇത് മുഖ്യമന്ത്രിയുടെ വിഷയമല്ലോ, മകളുടെ വിഷയമാണല്ലോ, ഇത് അതിനെ വേറൊരു തരത്തിൽ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടു. കോടിയേരി ബാലകൃഷ്ണന്റെ മോന്റെ കേസ് പോലെയല്ല ഈ കേസ്. അങ്ങനെ ഒത്തിരി ചർച്ചാ നിമിഷങ്ങൾ നമ്മുടെ നാടുകളിൽ കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് കോടികൾ മുക്കിയതാണെങ്കിൽ തുച്ഛമായ വേതനത്തിനാണ് സാർ അവർ നിങ്ങളുടെ മുന്നിൽ കരയുന്നത്, നിങ്ങളുടെ മുന്നിൽ വന്ന് കൈ നീട്ടുന്നത്. അതിനെതിരെ മുഖം മറയ്ക്കുമ്പോൾ എന്തിന്റെ രാഷ്ട്രീയം നിങ്ങൾ പറഞ്ഞാലും അതൊരു ഇടതുപക്ഷ രാഷ്ട്രീയമാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. കാരണം ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടും ഇടത് ആശയങ്ങളോടും ഇടനെഞ്ചിൽ നല്ലൊരു സഹാവായി നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ ഒരു വ്യക്തി എന്ന രീതിയിൽ ഇടത് ആശയങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുന്ന ഒരാളെന്ന രീതിയിൽ ഒരിക്കലും ഇടതിന്റെ ചിന്ത ഇങ്ങനെ ആവത്തില്ല. നമുക്ക് സാമ്പത്തിക പിരിമുറുക്കം ഉണ്ടാവാം, നമ്മൾ സാമ്പത്തിക ഞെരുക്കത്തിൽ തന്നെയായിരിക്കാം, ഇതെല്ലാം അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പുറത്തുവിട്ട ലിസ്റ്റിൽ നിന്നും ജയിച്ചു വന്ന കുട്ടികൾ, അവരുടെ വർഷങ്ങളുടെ കഷ്ടപ്പാട്, അവർ പിൻവാതിലിൽ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അവർ അതുകൊണ്ടാണ് ഇന്നും തെരുവിൽ നിൽക്കുന്നത്. ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവർ സഹനമാണ് സമരത്തിൽ കാണിക്കുന്നത്. അവരുടെ സഹനത്തെ അവർ സമരമാക്കി മാറ്റുന്നു, അവരുടെ വേദനയെ കണ്ണീരാക്കി മാറ്റുന്നു. ആ കണ്ണീരുമേൽ കല്ലുപ്പിൽ വീണ് കല്ലു പലിഞ്ഞു പോകുന്നു. അത്രത്തോളം വേദനയുള്ള നിമിഷങ്ങളാണ് നമ്മൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ കണ്ടത്.
അപ്പോ ഇത്തരത്തിലുള്ള മിശ്രിത വിഷയങ്ങൾ കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ നമ്മളുടെ സൊസൈറ്റി, സാധാരണയാവുന്ന ഒരു ജനം ആർക്കൊപ്പമാണ് നിൽക്കേണ്ടത്? കരഞ്ഞ് കണ്ണീരൊപ്പുന്ന സഹോദരിമാർക്കൊപ്പമാണോ, അതോ ആരോപണ വിധേയായ കോടികൾ മുക്കിയ ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയുടെ മകളുടെ ഒപ്പമാണോ? ആർക്കൊപ്പമാണ് ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റുകാരൻ നിൽക്കേണ്ടത്? ചിന്തിക്കുക. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഉള്ളിൽ നിന്ന് ചിന്തിക്കുക. സാധാരണക്കാരുടെ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭരിക്കുന്ന നാട്ടിൽ സാധാരണക്കാരന് വേണ്ടത് നീതിയാണ്. സമ്പന്നന് കിട്ടുന്ന നീതി ഇവിടെ സാധാരണക്കാരന് കിട്ടുന്നുണ്ടോ എന്നതൊരു ചോദ്യം തന്നെയാണ്. ആ ചോദ്യം നമ്മൾ ചൂണ്ടുവിരൽ നീട്ടി ചോദിക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. തിരുത്തപ്പെടണം. തിരുത്തപ്പെട്ടില്ലെങ്കിൽ വർഗീയ സംഘശക്തികൾ നമ്മുടെ നാട്ടിൽ വന്ന് വേരുറപ്പിക്കും. അവരുടെ മുന്നിൽ നമുക്ക് നാടിനെ അടിയറവ് വെക്കേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് എത്താതിരിക്കാൻ തീർച്ചയായിട്ടും ഈ മണ്ണിൽ ഇനിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തെറ്റുകൾ കാണുമ്പോൾ തിരുത്തപ്പെടണം, തെറ്റുകൾ കാണുമ്പോൾ ചൂണ്ടിപ്പറയണം. അവിടെയാണ് നല്ലൊരു സഹാവും നല്ലൊരു സർക്കാരും ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ ഈ ഉന്നയിച്ച വിഷയം നിങ്ങളിൽ എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര പേര് ഇതിലെ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്നെ എതിർക്കുന്നവർ 1000 അല്ലെങ്കിൽ കോടികൾ ഉണ്ടാവാം. എന്നെ അനുകൂലിക്കുന്നവർ ചിലപ്പോൾ 10 പേരേ ഉണ്ടാവത്തുള്ളൂ. ആ 10 പേരുടെ ശബ്ദവും മുഴങ്ങട്ടെ. കോടികൾ വന്നാലും ചെറിയ 10 പേരുടെ ശബ്ദം ഒന്നിച്ചു നിൽക്കുമ്പോൾ ചില തെറ്റുകൾ നമുക്ക് തിരുത്തുവാൻ സാധിക്കും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ മറ്റു നിർദ്ദേശങ്ങളും എന്റെ പോരായ്മകളും ചൂണ്ടിക്കാണിച്ചുള്ള നിങ്ങളുടെ കമന്റുകൾ ഇതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു.